ഇന്ന് ലോകത്താകമാനം സ്ത്രീ-പുരുഷ വ്യത്യാസമോ പ്രായഭേദമോ ഒന്നുമില്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ളൊരു മേഖലയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇലക്ട്രോണിക് കൊമേഴ്സ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന യൂറോപ്പ്, അമേരിക്കൻ തുടങ്ങിയ രാജ്യങ്ങൾ പണ്ട് മുതലേ തന്നെ വെയർഹൗസും ലോജിസ്റ്റിക്സിനും വളരെയധികം പ്രാധാന്യവും നല്ല ജോലിയും നേരത്തെ തന്നെ നൽകിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട്, അതായത് കോവിഡിന് ശേഷം വന്ന കൊമേഴ്സും ഡിജിറ്റൽ മണിയും ട്രാൻസാക്ഷൻസും ആണ് ഇത്രയധികം ലോജിസ്റ്റിക്സിന് സാധ്യത നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി കൂടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ വളരെയധികം കമ്പനികളായിരിക്കും ഇനി കേരളത്തിൽ വരാനായിട്ട് പോകുന്നത്. നിലവിൽ ആമസോണും ഫ്ലിപ്കാർട്ടും പോലും ഇപ്പോൾ കേരളത്തിൽ തന്നെ അവരുടേതായ വെയർഹൗസുകൾ നടത്തി പോരുന്നുണ്ട്. പണ്ട് എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിരത്തി വയ്ക്കണം എന്നുള്ള സിസ്റ്റം മാറി ഇന്ന് എവിടെയാണെങ്കിലും റിമോട്ടായൊരു റൂം ഉണ്ടായാൽ മതി, എല്ലാവർക്കും ബിസിനസ് ചെയ്യാം എന്നുള്ള അവസ്ഥ വന്നു. കാരണം എല്ലാം ഡെലിവറിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഓർഡർ ചെയ്യുന്നു, ഡെലിവറി ചെയ്ത് കിട്ടുന്നു. ഇത് പലപ്പോഴും ഇടനിലക്കാരുടെ ആവശ്യം ഇല്ലാതാക്കുന്നതോടുകൂടി സാമ്പത്തിക ലാഭവും കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ തന്നെയും മനുഷ്യൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെയർഹൗസിംഗ് മേഖല വളരെയധികം ജോലി സാധ്യതയുള്ള മേഖലയാണ്. പഠിക്കാനും വളരെയധികം സിമ്പിളാണ് വെയർഹൗസിംഗ് പഠിക്കുകയും ആ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇന്ന് വരെ തൊഴിൽ ലഭിക്കാതെ ഇരുന്ന ചരിത്രമില്ല. കാരണം അത്രമാത്രം ഒഴിവുകളാണ് ആഗോളതലത്തിൽ വെയർഹൗസിംഗ് മേഖലയിലുള്ളത്. ലോജിസ്റ്റിക്സിൻ്റെ ജോലി എന്ന് പറഞ്ഞാലും ആദ്യത്തെ ജോലി പലപ്പോഴും വെയർഹൗസിങ്ങിൽ തന്നെയാണ് എല്ലാവർക്കും ലഭിക്കുക. വെയർഹൗസ് അസിസ്റ്റൻ്റ് മുതൽ വെയർഹൗസ് മാനേജർ വരെയുള്ള ഉന്നത പൊസിഷൻ ആവുന്നത് വരെയുള്ള ജോലി സാധ്യത ഉണ്ട് വെയർഹൗസിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചാൽ. നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും പഠനത്തിനോടുള്ള നമ്മുടെ ആഭിമുഖ്യവുമാണ് നമ്മളെ ഏറ്റവും നല്ല പൊസിഷനിലേക്ക് എത്തിക്കുന്നത്. മാനേജ്മെൻറ്റ് സ്കില്ലും ടീം ലീഡർഷിപ്പുമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ സീഡ് ഇൻ്റർനാഷണൽ നടത്തുന്നത്.